ഇത് റംബൂട്ടാൻ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഇത് ധാരാളമായി കായ്ച്ച് പഴുത്തു വരുന്ന സമയമാണ്. ഇത് വെച്ച് ഇന്ന് ഞാനൊരു തീയലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 20 റംബൂട്ടാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മളിത് പൊളിച്ചിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ തക്കാളിപ്പഴം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു 15 ചുമന്ന വറുത്തെടുക്കാനും കറിക്കകത്ത് ചേർക്കാനും കൂടെ. ഇത് ചെറുതായിട്ടെല്ലാം അരിഞ്ഞെടുക്കണം. 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 10-12 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം വാളംപുളി. ഇത് വെള്ളം ഒഴിച്ച് കുതിരാനിടണം. കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇത് കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോരുവേ. ഇതുപോലെ ഇത് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ നാര് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൽ വരും. അതുകൊണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാം. ഇപ്പം ഇത് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൾപ്പായിട്ട് ഇങ്ങനെ ഇതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ, നന്നായിട്ട് കിട്ടും. കുരു വേണ്ടിയവർക്ക് അതെടുക്കാം. ഞാനിപ്പം കുരു എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. റംബൂട്ടാൻ ചെറുതായിട്ട് പൾപ്പാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ചെറുതായിട്ടായിരുന്നു. ഇത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടാണ് 3-4 ഉള്ളി മാറ്റി വെച്ചിരിക്കുന്നത്. സവാളയും നീളത്തിൽ കനം കുറച്ചരിഞ്ഞ്, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് തീയലിനുള്ള കൂട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് വെള്ളം വറ്റി വരണം. ഇപ്പോൾ ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചേർക്കാം. ഇത് ഇപ്പം ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് കുരുമുളക് മുഴുവനായി ഉള്ളതായതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കാം. പൊടിയാണെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൂടെ ചേർത്താൽ മതി. പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി. 2-3 നുള്ള് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മൂപ്പായി. ഇനി തീ ഏറ്റവും കുറച്ചിടണം. ഇച്ചിരിയോടെ തേങ്ങ മൂത്ത് വരാനുണ്ട്. അത് തീ കുറച്ചിട്ടിട്ട് മൂപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ തീ കുറച്ചിടുന്നത്. ഇപ്പം തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇത് തീ ഏറ്റവും കുറച്ച് വെച്ച് തന്നെ ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ തേങ്ങാക്കൂട്ട് ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കൂട്ടിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തീയലിന് വെള്ളം ഒട്ടും ഒഴിക്കാതെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും രുചി. നമുക്ക് അങ്ങനെ ഒന്ന് അരച്ച് നോക്കാം. തേങ്ങയ്ക്ക് എണ്ണയുള്ളതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് എണ്ണ വരെ നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇതിനകത്ത് എണ്ണയൊക്കെ കുറവായിരുന്നുകൊണ്ട് ഇതുപോലെ കിട്ടിയിട്ടുള്ളൂ. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തീയലുണ്ടാക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം.
ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിലേക്ക് കറിവേപ്പില 2 ചുമന്ന മുളകും കൂടെ ചേർക്കാം. അരിഞ്ഞു വെച്ച സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർക്കാം. സാമാന്യം നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതായത് കളറൊന്നും ചേഞ്ച് ചെയ്ത് വരണം. സവാളയൊക്കെ ഒന്ന് കളർ ചേഞ്ചുമായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാം. തക്കാളിപ്പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് റംബൂട്ടാൻ്റെ പൾപ്പ് ചേർക്കാം. ഈ റംബൂട്ടാൻ ഒന്ന് വാടി ഒന്ന് വേവായിട്ടുണ്ട് കേട്ടോ, മുറിഞ്ഞു പോരുന്നുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം ചേർക്കാം. തീ കുറച്ചിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റാറായിട്ടുണ്ട്. മുഴുവൻ വറ്റിയില്ലെന്നേ. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീ ഒരല്പം കൂട്ടി വെച്ച് കൊടുക്കണം. ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർക്കുവാണ്. വേണ്ട ഗ്രേവിക്കുള്ള വെള്ളം ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വെന്ത് വരണം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 3 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിരുന്നാണ്. ഇനി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കണം. ലേശം ഉപ്പും കൂടെ ആകാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനിയൊന്ന് നോക്കാം. റംബൂട്ടാൻ തീയൽ റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പുതുമയുള്ള ഒരു തീയലാണിത്. ഇനി റംബൂട്ടാൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.